ഒരു നായ എപ്പോഴും കുരച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ചെന്നായ നിശബ്ദത തിരഞ്ഞെടുക്കുന്നു. കാരണം അമിതമായ ശബ്ദമുണ്ടാക്കുന്നത് മറ്റുള്ളവരെ ജാഗ്രതയുള്ളവരാക്കുമെന്ന് അതിനറിയാം. കടുവയ്ക്ക് തന്റെ സാമ്രാജ്യം അടയാളപ്പെടുത്താൻ ഗർജിക്കേണ്ട ആവശ്യമില്ല. അത് തന്റെ കാൽപ്പാടുകളെ സംസാരിക്കാൻ അനുവദിക്കുന്നു. സിംഹത്തിന് ഏറ്റവും വേഗത്തിൽ ഓടണമെന്നില്ല. ആക്രമിക്കാനുള്ള ശരിയായ നിമിഷത്തിനായി അത് കാത്തിരിക്കുന്നു. ഇരയ്ക്ക് രക്ഷപ്പെടാൻ ഒരവസരവും നൽകുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ ഒരു കടുവയ്ക്ക് മണിക്കൂറുകളോളം അനങ്ങാതെ ഇരിക്കാൻ കഴിയും. ഒരു മുതലയ്ക്ക് നിശബ്ദമായി വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ സാധിക്കും. തന്റെ ഇര ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷത്തിൽ ആക്രമിക്കാനായി അത് ക്ഷമയോടെ കാത്തിരിക്കുന്നു. ദുർബലർക്ക് മുന്നിൽ സിംഹം നിശബ്ദനായിരുന്നേക്കാം. എന്നാൽ തനിക്ക് തുല്യനോട് അതൊരിക്കലും പിൻവാങ്ങില്ല. കഴുകൻ തന്റെ പാത തടസ്സപ്പെടുത്തുന്ന മരത്തെ കാണുന്നില്ല. അതിനപ്പുറത്തുള്ള ആകാശത്തെ മാത്രമേ അത് കാണുന്നുള്ളൂ. വിശ്രമിക്കാൻ കഴുകൻ ഏറ്റവും ഉയർന്ന കൊടുമുടി തന്നെ തിരഞ്ഞെടുക്കും. കാരണം അവിടെ നിന്നാൽ അതിനെല്ലാം വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയും. ഒരു കരടിക്ക് തന്റെ കരുത്ത് പ്രകടിപ്പിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ സാന്നിധ്യം ബഹുമാനം നിർബന്ധിതമാക്കുന്നു. പ്രകൃതി നമുക്ക് മൂല്യവത്തായ പല പാഠങ്ങളും നൽകുന്നുണ്ട്. എന്നാൽ ശാന്തമായ മനസ്സുള്ളവർക്ക് മാത്രമേ അവ തിരിച്ചറിയാൻ കഴിയൂ. കാരണം ശാന്തത ദൗർബല്യമല്ല, അത് നിയന്ത്രണമാണ്. ഇതുപോലെയുള്ള കൂടുതൽ അറിവുകൾക്കായി റൂൾ യുവർ ഹൊറൈസൺ ഫോളോ ചെയ്യുക.